ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പ്രദേശത്ത് അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ നമ്മുടെ ഭദ്രാസനത്തെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ വർഷത്തെ തീരുമാനപ്രകാരം കുഴിക്കാലയിൽ നമുക്ക് ദാനമായി ലഭിച്ച സ്ഥലത്ത് മാനസിക രോഗം ബാധിച്ച് സൗഖ്യം വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇതിനോടകം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ നവംബർ 25 കെട്ടിടത്തിൻ്റെ കല്ലിടൽ കർമ്മം അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് നിർവഹിച്ചത്. ഇന്ന് മെഡിക്കൽ കോളേജിലും മറ്റ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും രോഗസൗഖ്യം പ്രാപിച്ച അനേകം പേർ താമസിക്കുന്നുണ്ട്. പല കാരണത്താൽ സ്വന്തക്കാർ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനോ അവരെ സംരക്ഷിക്കുന്നതിനോ താല്പര്യം പ്രകടിപ്പിക്കാതെ പോകുന്നു എന്നുള്ളത് സത്യമാണ്. അവർ ആജീവനാന്തം ആശുപത്രിയിൽ തന്നെ കഴിയേണ്ട ഗതികേട് അവർക്കുണ്ടാകുന്നു എന്നുള്ളത് എത്രയോ സങ്കടകരമാണ്. അങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരുടെ ഭവനങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഇടത്താവളം എന്ന നിലയിലാണ് നാം ആരംഭിക്കുന്ന ഈ പുതിയ കേന്ദ്രത്തെക്കുറിച്ചുള്ള ഉദ്ദേശം. ഏകദേശം 10 കോടി രൂപ അതിനുവേണ്ടി ചിലവാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. പണി പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏകദേശം 100 സ്ത്രീകളെ അവിടെ താമസിപ്പിക്കാൻ തക്കവണ്ണം സാധിക്കും. അവർക്കാവശ്യമായ തുടർ ചികിത്സയും മറ്റ് സംരക്ഷണയും നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം മാത്രം പൂർത്തീകരിക്കാനാണ് താല്പര്യപ്പെടുക. ഡയറക്ടർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭവനവും അതോടൊപ്പം നിർമ്മിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഏകദേശം 5 കോടി രൂപയോളം അതിനുവേണ്ടി ചിലവാകും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈ സംരംഭത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ ഭദ്രാസനത്തിലെ എല്ലാ ഭവനവും ചെറുതായാലും വലിയതായാലും ഏത് വിധത്തിലായാലും സഹകരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേക താല്പര്യം. അതുകൊണ്ട് എല്ലാ ഭവനങ്ങളും സന്ദർശിക്കത്തക്ക വിധത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. എല്ലാ ഇടവകളെ അറിയിക്കും. ആ ദിവസം തന്നെ എല്ലാ ഭവനങ്ങളിലും സന്ദർശിക്കത്തക്ക വിധത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ഇടവയായി ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതാത് സെൻറ്ററിലുള്ള അച്ഛന്മാരും അൽമായ നേതാക്കളും പ്രത്യേക സേവ്യ സംഘാംഗങ്ങളും ഒക്കെയാണ് അതിന് നേതൃത്വം നൽകുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കുറഞ്ഞത് 1000 രൂപയെങ്കിലും ഒരു ഭവനത്തിൽ ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു തുക നിശ്ചയിക്കാൻ കാരണം എല്ലാവരുടെയും സഹകരണം ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാണ്. കൂടുതൽ നൽകുവാൻ താല്പര്യപ്പെടുന്നവരും സാധ്യതയുള്ളവരും നമ്മുടെ ആവശ്യത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം ഇതാണല്ലോ. കർത്താവിൻ്റെ ജീവിതശൈലിയും അതുതന്നെയാണ്. ആർക്കും വേണ്ടാത്തവരെ നെഞ്ചോട് ചേർത്തണയ്ക്കുന്ന യേശു കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ ഈ വക ശുശ്രൂഷകൾക്കായി നിർബന്ധിക്കുന്നത്.
ആർക്കും വേണ്ടാത്തവരെ യേശു കർത്താവിന് വേണമെങ്കിൽ യേശു കർത്താവിൻ്റെ ശിഷ്യരാകുന്ന നമുക്ക് അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും തള്ളുവാനായിട്ട് അവകാശമില്ല. അവരെ നെഞ്ചോട് ചേർത്തണയ്ക്കുകയും അവരെ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കത്തക്ക വിധത്തിൽ ഇടത്താവളമായി നാം നിർമ്മിക്കുന്ന ഈ കെട്ടിടം മുഖാന്തരമായിട്ട് ഭവിക്കണം. നമ്മുടെ എല്ലാവരുടെയും സഹകരണമുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിഷ്പ്രയാസം സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കാൻ തക്കവണ്ണം സാധ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഏറ്റവും വിനയത്തോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.